ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പോലീസുകാരെല്ലാം സച്ചിയോട് ക്ഷമ പറയുന്ന എപ്പിസോഡ്. നമ്മുടെ പോലീസുകാരെല്ലാവരും കൂടി സച്ചിയെ അപമാനിച്ച് വിട്ടായിരുന്നല്ലോ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും വണ്ടി എടുക്കാൻ പോയപ്പോഴേക്കും. അതേ പോലീസുകാരനെ സച്ചിയെ വളരെ ഗംഭീരമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് സോറിയൊക്കെ പറയുന്ന എപ്പിസോഡ് ഉടൻ തന്നെ വരാൻ പോകുവാണ്. അപ്പോൾ അതിനു മുമ്പ് ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മഹേഷും എല്ലാവരും പറയുന്നുണ്ടല്ലോ സച്ചി നിരപരാധിയാണെന്ന്. അപ്പോൾ കുറച്ച് പേരിങ്ങനെ പറയണത് കേൾക്കുമ്പോഴേക്കും രേവതിയും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എൻ്റെ സച്ചിയേട്ടൻ ശരിയാണല്ലോ, കള്ളുകുടിച്ചൊരിക്കലും രാവിലെ ഒന്നും വണ്ടി ഓടിക്കത്തില്ല. അവർ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ, അതോ ആ വീഡിയോ ആയിരിക്കുമോ സത്യം? എന്തായാലും എനിക്കതറിയണം. അതിനു വേണ്ടി രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സച്ചി മദ്യപിച്ചിരുന്നു എന്ന് പറയുന്ന ബാറുണ്ടല്ലോ, അവിടേക്ക് രേവതി രാവിലെ തന്നെ പോകുവാണ്. ബാറ് തുറന്നിട്ട് പോലും ഉണ്ടാവില്ലേ, അവിടെ പുറത്തൊക്കെ ആണുങ്ങളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരിക്കും കുപ്പി മേടിക്കാൻ വേണ്ടിയിട്ട്. കുപ്പി മേടിക്കാനല്ല, അകത്ത് ഏറെ മദ്യപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേവതിയും അക്കൂട്ടത്തിൽ പോയി നിൽപ്പുണ്ടാവും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആണുങ്ങളൊക്കെ രേവതിയെ നോക്കി കമൻ്റ് അടിക്കുവേ, ഇവളെന്താ ഈ രാവിലെ തന്നെ, അവൾക്ക് കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ടാവും, നോക്കിയേ പൂമാല കെട്ടി കിടക്കുന്നവളാ, കെട്ടാൻ നേരത്ത് അവളുടെ കൈ വിറച്ചിട്ട് രാവിലെ ഓടി വന്നതായിരിക്കും. ആ നിൽക്കട്ടെ നിൽക്കട്ടെ, അവളും ക്യൂ നിൽക്കട്ടെ, കാലം പുരോഗമിക്കുകയാണെന്നൊക്കെ ആണുങ്ങളൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ടേ. രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ സച്ചിയേട്ടൻ്റെ ആ വീഡിയോയിലെ സത്യം എന്താണെന്ന് അറിയണം എന്നുള്ള ഒറ്റ ഇതിൽ അവിടെ അങ്ങനെ നിൽക്കുവാണ് പുറത്ത്. അപ്പോൾ സമയമാകുമ്പോഴേക്കും വന്നിട്ട് ബാറ് തുറക്കുന്നുണ്ട്. ബാറ് തുറന്നിട്ട് രേവതിയും അകത്ത് കയറും എല്ലാവരുടെയും കൂടെ തന്നെ. എന്നിട്ട് അവിടെയുള്ള ആളോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് മാനേജറെ കാണണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മാനേജറുടെ റൂം കാണിച്ചു കൊടുക്കുകയും അപ്പോഴേക്കും രേവതി അങ്ങോട്ട് പോയി മാനേജറിനോട് പറയും, സാർ എനിക്ക് 2 ദിവസം മുമ്പുള്ള ഇവിടുത്തെ ക്ലിപ്പിങ്സ് ഒന്ന് കാണണമായിരുന്നു CCTVയുടെ എന്ന് പറയുമ്പോഴേക്കും അയാൾ ചോദിക്കും, അതെന്തിനാ? അല്ല, എൻ്റെ ഒരു ഭർത്താവിൻ്റെ വീഡിയോ ഇവിടെ നിന്നും വൈറലായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓ അയാളുടെ ഭാര്യയാണോ താൻ? അയാൾ കാരണം ഞങ്ങളുടെ ബാറിനെയും കൂടിയാണ് ഇപ്പോൾ ചീത്തപ്പേരായിരിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പണിയുണ്ട്, മോള് പോയേ, ഞാൻ പോട്ടെ, എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് അയാൾ പോകാൻ പോകുമ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് പറയും, സാർ പ്ലീസ് സാർ, എൻ്റെ സച്ചിയേട്ടൻ്റെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുക, ഞങ്ങളെല്ലാവരും നാണക്കേടിൻ്റെ വക്കീലാണ്, ആ വീഡിയോ മൊത്തം വൈറലായിട്ടിരിക്കുവാണ്, എൻ്റെ സച്ചിയേട്ടൻ്റെ കാറ് പോലീസുകാർ പിടിച്ചുകൊണ്ടും പോയി, സച്ചിയേട്ടൻ ഇനിയിപ്പോൾ സച്ചിയേട്ടൻ്റെ ജീവിത മാർഗ്ഗമാണ് അത്, ലൈസൻസ് പോലും കട്ട് ചെയ്തു, നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ അപമാനിതനായിട്ടിരിക്കുകയാണ്, ആകെ നിരാശയുടെ പാതയിലാണ് സാർ, സാറിനെ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണ് മാനേജറുടെ മുമ്പിൽ. അപ്പോൾ മാനേജർ പറയും, മോളെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പാവം തോന്നുന്നുണ്ട്, ഇവിടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി നിൽക്കുക ഭാര്യമാർ, അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനൊരു ഭാര്യയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഭർത്താവ് ഇത്രയും വലിയ മോശക്കാരനായിട്ടും ആ ഭർത്താവിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ഭാര്യ. എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു, എന്തായാലും നിന്നെ ഞാൻ സഹായിക്കാം. എടാ എന്നിട്ട് CCTV ഓപ്പറേറ്റർ അദ്ദേഹം വിളിച്ചിട്ട് രേവതിയുടെ കൂടെ വിടുവാണ്. എന്നിട്ട് രേവതിയും അയാളും കൂടി പോയി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, 2 ദിവസം മുമ്പുള്ള 12:30 ടൈമിലുള്ള ക്ലിപ്പിങ്സ് ഒക്കെ കാണിച്ചു തന്നാൽ മതിയെന്ന്. അപ്പോൾ അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ സച്ചിയൊക്കെ വരുന്നുണ്ട് ബാറിലോട്ട് കയറിയിട്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ദേ ചേട്ടൻ കയറി വരുന്നുണ്ടല്ലോ, ദേ മദ്യക്കുപ്പി എടുത്തു ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നത് കാണുമ്പോഴേക്കും അയാൾ പറയുവേ, ചേച്ചി പറഞ്ഞത് ശരിയാ, ചേച്ചിയുടെ ഭർത്താവ് കുടിക്കുന്നൊന്നുമില്ല, അതൊഴിച്ച് വേറൊരാൾക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ ഈ വീഡിയോ ഫേക്ക് ആയിരുന്നോ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി ഞെട്ടിപ്പോകുവേ. പാവം എൻ്റെ സച്ചിയേട്ടൻ, എല്ലാവരും കൂടി സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴേക്കും ഞാനും ആ വീഡിയോ വിശ്വസിച്ചു സച്ചിയേട്ടനെ വിഷമിപ്പിച്ചു, ഞാൻ എന്ത് ചെയ്യൂ ഇനി, പാവം എൻ്റെ സച്ചിയേട്ടൻ. എന്നിട്ട് രേവതി പറയും, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ, ഈ ക്ലിപ്പിങ്സൊക്കെ ഞാൻ പറയുന്ന നമ്പറിലോട്ടൊന്ന് അയച്ചു കൊടുക്കാമോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ നമ്പർ രേവതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ ക്ലിപ്പിങ്സൊക്കെ ശ്രീകാന്തിൻ്റെ നമ്പറിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഈ ക്ലിപ്പിങ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുകയെ ശ്രീകാന്ത് നേരെ പോകുവാണ് സച്ചിനെ കാണാൻ വേണ്ടി. സച്ചിയാണെങ്കിൽ അവിടെ മറ്റേ കാറിടണ ഷെഡ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ വളരെ വിഷമത്തിൽ നിൽക്കുമായിരിക്കും. ശ്രീകാന്ത് വളരെ സന്തോഷത്തിൽ ഓടി ചെല്ലുമ്പോഴേക്കും സച്ചി ചോദിക്കും, നീ എന്താടാ ഇവിടെ? സച്ചിയേട്ടനെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ പോകുവാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എനിക്കെന്ത് സന്തോഷടാ, എൻ്റെ ജീവിതം തന്നെ പോയിരിക്കുമല്ലേ, നാറിയിരിക്കുവാ ഞാൻ എല്ലാവരുടെ മുമ്പിലെന്നും പറയുമ്പോൾ, സച്ചിയേട്ടാ രേവതി ചേച്ചി ഇന്ന് എന്താ ചെയ്തതെന്നറിയോ, അതെന്താണെന്ന് അറിഞ്ഞാൽ സച്ചിയേട്ടൻ ഞെട്ടിപ്പോകുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അവളെന്ത് ചെയ്യാനാ? അപ്പോഴേക്ക് രേവതി അവിടെ വരുന്നുണ്ടേ. ബൈക്കിന് വരുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, രേവതി ചേച്ചി രാവിലെ തന്നെ ആ ബാറിൽ പോയിട്ട് അവിടെ നിന്ന് CCTVയുടെ വിഷ്വൽസൊക്കെ എടുത്തു, ആ വിഷ്വൽസിൽ ക്ലിയർ ആയിട്ട് കാണാം സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടൊന്നുമില്ല എന്ന്.
രേവതി ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കണ്ടേ സച്ചിയേട്ടാ? സച്ചിയേട്ടനെ വേണ്ടി അവിടെ പോയി ക്യൂ നിന്ന് രാവിലെ തന്നെയാണ് വിഷ്വൽസ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. രേവതി ചേച്ചിക്ക് എന്ത് സ്നേഹമാണ് സച്ചിയേട്ടനോടെന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുവേ. ആണോ രേവതി, നീ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ രേവതി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവേ. സോറി സച്ചിയേട്ടാ, ഞാനും സച്ചിയേട്ടനെ എല്ലാവരെയും പോലെ അവിശ്വസിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ സച്ചി പറയും, സാരമില്ല രേവതി, ആ വീഡിയോ കണ്ട് ആരായാലും അത് വിശ്വസിക്കും. പക്ഷെ നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയ എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ടല്ലോ രേവതി, ഇതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് സച്ചിയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ മതി മതി, നമുക്ക് ഈ വീഡിയോ എടുത്തതാരാന്ന് സച്ചിയേട്ടൻ അറിയണ്ടേ, ദേ നോക്കുമെന്ന് പറഞ്ഞിട്ട് ആൻ്റണിയെ കാണിച്ചു കൊടുക്കുക വീഡിയോയിൽ. അപ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം വന്ന് ഇടിക്കാൻ വേണ്ടി പോവാണ് ആൻ്റണി. അപ്പോൾ തന്നെ ശ്രീകാന്ത് പറയും, സച്ചിയേട്ടൻ പോയി ആൻ്റണി ഇടിച്ചിട്ട് എന്താവാനാ, ആൻ്റണി എന്താ ചെയ്തത്, സച്ചിയേട്ടൻ്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ മൊത്തം കാണിച്ചു. അപ്പോൾ അതേ കോയിൻ തന്നെ നമുക്കും തിരിച്ചടിക്കണ്ടേ, സച്ചിയേട്ടൻ ഒരു റിപ്ലൈ വീഡിയോ ഇട്, ഞാനത് ലൈവായിട്ട് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തോളാം, അതിൻ്റെ കൂടെ ഈ ഒറിജിനൽ ക്ലിപ്പിങ്സും ആഡ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും സംസാരിക്കുന്നത്, അവരുടെ വിഷമങ്ങൾ പറയുന്ന ഒരു വീഡിയോ എടുക്കുകയാണ്. സച്ചി വളരെ ഭരിതമായി തന്നെ തൻ്റെ അനുഭവങ്ങളൊക്കെ പറയുവാണ്. സച്ചി പറയുന്നുണ്ട്, നെറ്റിൽ വരുന്ന ഒരു വീഡിയോയും നിങ്ങൾ വിശ്വസിക്കരുത്, അതിൽ പലതും ഫേക്കാണ്, അതിൻ്റെ പുറകിൽ ഒരുപാട് സത്യങ്ങളുണ്ടാവും, ആ സത്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ ഒരാളെയും ക്രൂശിക്കരുത്, അതിനൊരയായ ഒരാളാണ് ഞാൻ, എൻ്റെ വീഡിയോ നെറ്റിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റും, അതൊരു ഫേക്ക് വീഡിയോ ആണ്, അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാരണം എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടു, എൻ്റെ കാറ് പോലീസുകാർ പിടിച്ചുകൊണ്ടും പോയി, എൻ്റെ ലൈസൻസ് കട്ട് ചെയ്തു, എൻ്റെ രേവതി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നാറി ജീവിക്കേണ്ടി വന്നാണ്, എൻ്റെ രേവതിയാണ് എൻ്റെ എല്ലാം, അവൾ ഇന്ന് എൻ്റെ സത്യസന്ധത തെളിയിച്ചിരിക്കുകയാണ്, പെണ്ണാണെന്ന് പോലും നോക്കാതെ ആ ബാറിൽ രാവിലെ പോയി ക്യൂ നിന്ന് എനിക്ക് വേണ്ടി ആ വിഷ്വൽസൊക്കെ എടുത്തുകൊണ്ടും വന്നിട്ടുണ്ട്, ആ വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ സച്ചി പറയുവാണ്. എന്നിട്ട് ശ്രീകാന്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും മൊത്തം ആ വീഡിയോയും വൈറലാവുകയാണ്. സച്ചിയെ വിമർശിച്ച അതേ ആളുകൾ തന്നെ സച്ചിയെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് പിന്നീട് പറയുന്നത്. എല്ലാവരും സോറി പറയുന്നുണ്ട്, സോറി, കുറച്ച് നേരത്തേക്കെങ്കിലും ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചു പോയി, സോഷ്യൽ മീഡിയയിലെ വീഡിയോസ് ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോറികളൊക്കെ കമൻസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും സത്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. എന്നിട്ട് ഇവർ 3 പേരും കൂടി പിന്നെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. കാർ എടുക്കണ്ടേ, അവിടെ പോകുമ്പോഴേക്കും പോലീസുകാർ നേരത്തെ പെരുമാറിയ പോലെ നല്ല കേട്ടോ സച്ചിയോട് പെരുമാറുന്നത്, വളരെ മര്യാദയിൽ തന്നെ സാർ വരണം ഇരിക്കുക എന്ന് പറഞ്ഞ് സച്ചിയും രേവതി എല്ലാവരും ഇരുത്തുന്നുണ്ട് അവിടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സാറ് ആ വീഡിയോ കണ്ട് അതിൽ വിശ്വസിച്ച് സാറിനെ ടെസ്റ്റ് പോലും ചെയ്യാതെ സാറിൻ്റെ കാറൊക്കെ കസ്റ്റഡിയിലെടുത്തു, എല്ലാം ഞങ്ങളുടെ മിസ്റ്റേക്കാണ് സാർ, സോറി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, അതൊന്നും സാരമില്ല, എനിക്കെൻ്റെ കാർ തന്നാൽ മതി, ഞാൻ പോയിക്കോട്ടെ, എൻ്റെ ജീവിത മാർഗ്ഗമാണ്, എൻ്റെ ദൈവമാണ് ആ കാർ എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ പറയും, സാർ കാറൊക്കെ ഞങ്ങൾ തരാം, പക്ഷേ ഇനി ഇതൊരു കൂടുതൽ പ്രശ്നമാക്കി എടുക്കരുത്, ഞങ്ങളുടെ പോലീസുകാർക്ക് തന്നെയാണ് അത് നാണക്കേട്, കാരണം ഞങ്ങൾ ഒരു ചെക്കും ചെയ്യാതെയാണല്ലോ സാറിൻ്റെ വണ്ടി കസ്റ്റഡിയിലെടുത്തത്, സോറി സാർ എന്ന് പറഞ്ഞ് ഒരുപാട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിക്കും രേവതിക്കും കുടിക്കാൻ ചായയും സ്നാക്സും എല്ലാം കൊടുത്ത് അവർ നല്ലോണം സൽക്കരിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്, സാറിൻ്റെ ഭാഗ്യമാണ് ഈ സ്റ്റേഷനിൽ ഒരുപാട് പരാതികൾ വരാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിനെ ചൊല്ലി ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഇരട്ടി പ്രശ്നം ഭാര്യ ഉണ്ടാക്കും, പിന്നെ ഡൈവേഴ്സ്. ഇവിടെ സാറ് ലോകത്തിന് മുന്നിൽ മൊത്തം നാറിയിട്ടും സാറിൻ്റെ ഭാര്യ സാറിനെ അവിശ്വസിച്ചില്ല. ആ ഭാര്യ സാറിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ബാറാണെന്ന് പോലും നോക്കാതെ അവിടെ പൊയ്ക്കോ നിന്ന് വിഷ്വൽസ് ഒക്കെ എടുത്തില്ലേ, സാറിൻ്റെ ഭാര്യ ഓർത്ത് അഭിമാനിക്കാം സാറിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് പൊക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീഡിയോ എടുത്തത് ആര് തന്നെയായാലും അവനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അതെടുത്തത് ആൻ്റണിയാണ് സാർ, അത് ക്ലിയർ ആയിട്ട് അതിൽ കാണാം എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയും, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, അവൻ ഇപ്പം തന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് രേവതിയും സച്ചിയും സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും സച്ചിയെ അപമാനിച്ച എല്ലാവരും തന്നെ സച്ചിയോട് സോറി പറഞ്ഞ് സച്ചിയെ ചേർത്ത് നിർത്തുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.